മലബാർ അത്താണ് മലബാർ എന്ന് പറഞ്ഞ അങ്ങക്ക് ആർക്കും തിരിയാത്ത സാധനമാണ്. ഒരു സൈഡിലും കെടുക്കാൻ കഴിയില്ല. അല്ലാ ഇന്ത്യ ഉമ്മി ഉമ്മി മലബാർ മലബാർ അരിക്കല്ലെ ചൊരിക്കല്ലെ ചൊരിഞ്ഞിട്ട് ചോദിക്കല്ലെ ചെരിഞ്ഞിട്ട് ചെയ്യല്ല മലമണം മണക്കുന്ന മല നണിന്ന പോയോക്ക അല്ലന്റെ Allah is my mom. Allah is my mom. My Lord is my mom. That's why I have wrote. Kara is all about Kerala. I am from Kerala. Kerala is for Malayalam. Malayalam is getting into Malabar. Malabar is getting into Malapur. Poyoka. കൗങ്ങിലെ അടക്കടത്തോട്ട് വെള്ളൂറും കുച്ചിലെ പാതിരെ പകൽ അൻസൂന്യം പാരിടും പോരിശ കടല് ഫഹല ഫഹല ഫഹലു ഫഹലത്ത് ഫഹലത്ത ഫഹൽന ഫഹൽത്ത് ഫഹൽത്തുമാ ഫഹൽത്തും അതാണ് ദാറ്റ് അറബിക് ആദാ അറബിക് ആദാ മലബാർ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ മലയാളം റാപ്പേഴ്സ് എല്ലാം എയറിലാണ് ഗേസ്. നമ്മുടെ ഡെപ്സി ആയാലും അതുപോലെ തന്നെ ബേബി ജി ആയാലും തീർച്ചയായിട്ടും അതൊരു പ്രതിസന്ധ ഘട്ടത്തിലൂടെയാണ് മലയാളം റാപ്പേഴ്സ് എല്ലാം കടന്നു പോകുന്നത്. അടുത്തിടെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി നടന്ന ഒരു പരിപാടിയായിരുന്നു നമ്മുടെ ഡെപ്സിയുടെ നമ്മുടെ സൗദി അറേബ്യയിലെ റിയാദിൽ നടന്നത്. തീർച്ചയായിട്ടും വളരെ വലിയ ഒരു പ്രതിസന്ധി തന്നെയായിരുന്നു ആ പരിപാടി കൊണ്ട് സംഘാടകർക്കും അവിടെ തടിച്ചുകൂടിയ നാട്ടുകാർക്കും എല്ലാം തന്നെ ഡെപ്സി സമ്മാനിച്ചത്. അദ്ദേഹത്തിൻ്റെ പുതിയ പാട്ടുകൾ കേൾക്കാം എന്ന ആവേശത്തോടു കൂടി വന്ന പൊതുജനങ്ങൾക്ക് എല്ലാം തന്നെ വളരെ ഒരു അരാജകത്വം സൃഷ്ടിക്കുന്ന രീതിയിലായിരുന്നു ഡെപ്സിയുടെ അവിടുത്തെ റാപ്പ് സോങ്സ് എല്ലാം തന്നെ. അതൊരു പ്രശ്നത്തിൽ കലാശിക്കുകയും അതുപോലെ തന്നെ നല്ലൊരു പാട്ട് പോലും ജനങ്ങൾക്ക് വേണ്ടി പാടാൻ വേണ്ടി ഡെപ്സിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഡെപ്സിയുടെ ഫ്ലേവർ ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയോ എന്നിവരെ അവിടുത്തെ തടിച്ചുകൂടിയ മലയാളികൾക്ക് എല്ലാം തന്നെ ഒരു നഷ്ടബോധം ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ ആദ്യം നമ്മുടെ ഡെപ്സിയുടെ പാട്ടുകളെല്ലാം തന്നെ ഹായ് 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 എന്ന് തുടങ്ങിയ ഒരു നല്ലൊരു ബിൽഡപ്പോട് കൂടിയായിരുന്നു ഇതുവരെ നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഡെപ്സി അതെല്ലാം മാറ്റിപ്പിടിച്ചിരിക്കുകയാണ്. മലബാർ എന്നൊക്കെ പറയുന്ന ഒരുപാട് പുതിയ പുതിയ വാക്കുകൾ അദ്ദേഹം മലയാളത്തിന് സംഭാവന ചെയ്യുകയാണ്. അതൊന്നും മലയാളികൾ ആക്സെപ്റ്റ് ചെയ്തില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. റിയാദിൽ നടന്ന പരിപാടികൾ വളരെ കൂവലോടെയാണ് സദസ്സിലെ എല്ലാ കുട്ടികളടക്കം അതിനെ ഏറ്റെടുത്തത്. എന്നാൽ പുതിയ തലമുറ ഡെപ്സിക്ക് നല്ല ഒരു സ്ഥാനവും അതുപോലെ തന്നെ നല്ലൊരു പരിവേഷവുമായിരുന്നു ഇതുവരെ നൽകിയത്. എന്നാൽ ഇപ്പോൾ ഡെപ്സിയുടെ മാർക്കറ്റ് ഒരു 100-ൽ നിന്ന് ഒരു 10-ലേക്ക് താണോ എന്ന് വേണം സംശയിക്കാൻ. എന്നാൽ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ എല്ലാം തന്നെ ലഹരി മുഹബത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പുതുതലമുറ പണ്ടൊക്കെ സിഗരറ്റിലും അതുപോലെ തന്നെ മദ്യത്തിലുമെല്ലാം അഭയം പ്രാപിച്ചിരുന്ന ആൾക്കാർ ഇപ്പം അതെല്ലാം വിട്ട് MDMA അതുപോലെ തന്നെ മിത്ത് അതുപോലെ തന്നെ ഹെറോയിൻ എന്ന് തുടങ്ങിയ വലിയ വലിയ ഒരു മയക്കുമരുന്നിലേക്ക് പോകുന്നതാണ് നമ്മുടെ ലോകം. അതിന് തടയിടാൻ നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നതാണ് സത്യം. അതുപോലെ തന്നെ അടുത്തിടെ നടന്ന ഒരു ഫേമസ് പരിപാടിയായിരുന്നു നമ്മുടെ ബേബി ജീൻ്റെ. അതും അവിടെ അടിയിലാണ് കലാശിച്ചത്. 6 ലക്ഷം രൂപ സംഘാടകയിൽ നിന്ന് കൈപ്പറ്റി ഒരു പാട്ട് പോലും പാടാൻ കഴിയാതെ ബേബി ജീൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നാട്ടുകാർ കാർ തടയുന്ന ഒരു രംഗം, അതും നമ്മുടെ കോട്ടക്കൽ. അതുകൂടി നമുക്കൊന്ന് കാണാം. കണ്ണുപിടിക്കും MD മേടിച്ച് തിരിച്ചതിനെ കൊണ്ട് 10 മിനിറ്റ് പാട്ട് വായിച്ചിട്ട് എത്ര ലക്ഷം രൂപ വാങ്ങിച്ചത്? 6 ലക്ഷം രൂപ വാങ്ങിച്ചു. ഒരു പാട്ടിലൊക്കെ പാടിയിട്ടില്ല.
തീറ്റായാലും കള്ളു കുടിക്കും എം ഡി എം അടിച്ച് തീറ്റായാലും കൊണ്ട് 10 മിനിറ്റ് പാട്ട് പാടിച്ചിട്ട് എത്ര ലക്ഷം രൂപ വാങ്ങിച്ചതോ 6 ലക്ഷം രൂപ വാങ്ങിച്ചു ഒരു പാട്ടിനൊക്കെ പാടിയിട്ടില്ല. അപ്പോൾ പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടു കാണും. സംഘാടകരും നാട്ടുകാരും ചേർന്ന് നമ്മുടെ ബേബിജീൻ്റെ കാറ് തടഞ്ഞിട്ട് അവിടുന്ന് പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ട് കാണും. MDMA പോലുള്ള മാരകമായ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഒരു പാട്ട് പോലും നല്ലോണം പാടാതെ തനിക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല എന്നാണ് സംഘാടകരും നാട്ടുകാരും ചേർന്ന് ബേബിജിയോട് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പുതുതലമുറയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ രണ്ടാമത്തെ ഡെപ്സി ആയാലും അതുപോലെ തന്നെ ബേബിജിനായാലും അദ്ദേഹത്തിൻ്റെ റാപ്പുകളൊന്നും ജനങ്ങൾക്ക് ഇപ്പോൾ അത്ര പിടിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാനത്. അവരുടെ പഴയ പാട്ടുകളെല്ലാം തന്നെ വളരെ പോപ്പുലർ ആയിരുന്നു. അതൊക്കെ പുതുതലമുറ വളരെ ആത്മാർത്ഥതയോടുകൂടി ഏറ്റെടുത്തത് കൊണ്ടാണ് ഇത്തരം സംഘാടകരെല്ലാം 6 ലക്ഷം രൂപ കൊടുത്തിട്ട് ബേബിജിനെ അവിടെ എടുത്ത് നല്ലൊരു പാട്ട് പോലും അദ്ദേഹത്തിന് പാടാൻ വേണ്ടി സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് സംഘാടകർ അവരെ തടഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ വർത്തമാനം പറയുകയും അതുപോലെ തന്നെ കച്ചറുണ്ടാകുകയും എല്ലാം ചെയ്തത്. എന്നാൽ ഇതൊക്കെ ഡെപ്സിയുടേതാണ് എന്ന് പറഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയ പ്രചരിക്കുന്നത്. അത് തീർച്ചയായിട്ടും തെറ്റായ ഒരു കാര്യമാണ്. ഡെപ്സി ഇപ്പോൾ ഗൾഫിലാണ്, അദ്ദേഹം ടൂറിലാണ്, അദ്ദേഹം തിരിച്ച് നാട്ടിലെത്തിയില്ല. അതുകൊണ്ട് ഇതിപ്പോൾ കോട്ടക്കൽ നടന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് നടന്ന ഒരു പ്രശ്നങ്ങളാണ് സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നത്. ഡെപ്സിയുടേത് എന്ന് പറഞ്ഞാണ് പ്രചരിക്കുന്നത്. തെറ്റായ ഒരു കാര്യം എന്താണ്? എന്നാൽ മലയാളം റാപ്പേഴ്സ് എല്ലാം തന്നെ വളരെ അടിപൊളിയായ രീതിയിൽ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നല്ല റാപ്പേഴ്സ് മലയാളത്തിൽ ഒരുപാടുണ്ട്. നമുക്കും ഇഷ്ടമാണ്, പൊതുജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ SG ജോക്കർ ആയാലും തിരുവാലി ആയാലും ഡെപ്സി ആയാലും അതുപോലെ തന്നെ ഫെജോ ആയാലും അതുപോലെ തന്നെ ബേബിജിനായാലും എല്ലാവരും തന്നെ വളരെ നല്ല റാപ്പേഴ്സ് ആയിരുന്നു. അദ്ദേഹത്തെ ഒരുപാട് നല്ല പോപ്പ് ഗാനങ്ങളും എല്ലാം കൊണ്ട് നമ്മുടെ മലയാളികളെ കയ്യിലെടുക്കാൻ വേണ്ടി പരമാവധി അവർ ശ്രമിച്ചിരുന്നു. അതുപോലെ ഡെപ്സി ആയാലും മലപ്പുറം മലബാർ മലയാളം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പഴയ രീതിയിലുള്ള സോങ്ങുകൾ എല്ലാം തന്നെ മങ്കി സോങ് ആയാലും അതുപോലെ തന്നെ മണവാളൻ സോങ് ആയാലും അതെല്ലാമാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിൽ നിന്നും എല്ലാം മാറിക്കൊണ്ട് പുതിയ ഒരു സ്റ്റൈല് പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു നമ്മുടെ ഡെപ്സി സൗദിയിലെത്തിയത്. അത് വലിയൊരു പരാജയമായി പോയി. ഇതിന് മുന്നേ നമ്മുടെ ആരോഗ്യ കാരണങ്ങളാലും അതുപോലെ തന്നെ പുതിയ പ്രൊജക്റ്റിൻ്റെ കാരണങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഡെപ്സി ഏകദേശം 1 വർഷത്തോളം ഇതിൽ നിന്ന് മാറി നിന്ന ശേഷമാണ് ഇപ്പോൾ ഒരു പരിപാടിക്ക് എത്തിയത്. അതും വളരെ വലിയൊരു പരാജയമായി പോയി എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോപ്പേഴ്സ് എല്ലാം ഇപ്പോൾ എയറിലാണ് ഗേസ്. തീർച്ചയായിട്ടും അവിടെ പുതിയ പരിപാടികളെല്ലാം തന്നെ വമ്പൻ പരാജയമായിരുന്നു. നടത്തിയ 2 പരിപാടികൾ ഡെപ്സി ആയാലും അതുപോലെ തന്നെ ബേബിജിനായാലും നടത്തിയ 2 പരിപാടികളും പൊളിഞ്ഞു പോയി എന്ന് വേണം മനസ്സിലാക്കാൻ.